യാത്രകളും ഓരോ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ആ അനുഭവങ്ങൾ തേടിയുള്ള എൻ്റെ പുതിയ യാത്രയാണ് തിരുവനന്തപുരത്ത് അമ്പൂരിയിലുള്ള മായം എന്ന സുന്ദരമായ ഗ്രാമം. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും നമുക്ക് കാണാം. ഞാനിപ്പോൾ ഒരു മായം എന്ന സ്ഥലത്തെത്തിയത്. അപ്പം ഇവിടുന്ന് അക്കരെ വരെ ഈ വെള്ളം പോവും. അപ്പോൾ ഈ മാമനാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പം ഇനി വള്ളത്തിലോട്ട് കയറാൻ പോകണം. വള്ളത്തിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. കാരണം തലേ ദിവസം പെയ്ത മഴയുടെ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അത് കോരി മാറ്റണം, ഇല്ലെങ്കിൽ നമ്മൾ അത് നനയും ഇരിക്കുമ്പോൾ. അപ്പോൾ അതിന് ചങ്ങല ഇട്ട് കെട്ടിയാണ് ഈ വെള്ളം ഇട്ടിരിക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞ ചില ആൾക്കാരൊക്കെ ഇതിനെ എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നു എന്നുള്ള പരാതിയും, അല്ലാതെ ചിലപ്പോൾ ഇത് മഴയത്തൊക്കെ ചിലപ്പോൾ ഇത് ഒഴുകി പോവുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചായത്തുകാർ അതിന് കെട്ടിയിട്ടിരിക്കുന്നത്. ഞാൻ മാമനെ വീട്ടിൽ പോയാണ് വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ വെള്ളത്തിലോട്ട് കയറി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം വേറെ കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പോകാൻ വേണ്ടി. അപ്പം ഞാൻ അങ്ങനെ നിൽക്കെ 2-3 പേര് അവർ വന്നിട്ടുണ്ട്. അവരും കൂടെ വരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാണ് പോകാൻ. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ ഇതാണ്ട് ഈ മാമനെ സഹായിച്ചു കൊടുത്തത്. വെള്ളം കുറച്ച് കോരി മാറ്റി, കനാലത്ത് നിന്ന് കുറേ വെള്ളം നമ്മൾ കോരി മാറ്റി കൊടുത്തു. കൂടുതലും രാവിലെയാണ് യാത്ര ചെയ്യണമെന്നാണ് മാമൻ പറഞ്ഞത്. കാരണം കാറ്റും ഇതൊക്കെ കുറവായിരിക്കും. ഉച്ചയ്ക്കൊക്കെ നല്ല കാറ്റാണ്. ആ സൈഡിലാണ് കാലിരിക്കുന്നത്. എവിടെയാണെന്ന് എൻ്റെ ആ ദൂരത്തൊരു തടി അപ്പുറത്താണെന്നില്ല. എൻ്റെ അവിടെ മാമൻ എന്നാ തുണി എന്തോ വെച്ചടച്ചേ. എന്തായാലും നമ്മൾ വള്ളത്തിൽ കയറിയാട്ടെ. നിങ്ങളുടെ സ്ഥലം എവിടെ? ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ. ഇവിടെ സ്ഥലം ബാലരാമപുരം, പള്ളിച്ചൽ ബാലരാമപുരം. കാറ്റായി. അല്ല, പള്ളിയുടെ അങ്ങോട്ട് പോകില്ലല്ലോ കാറ്റ്. എവിടെ ഇവിടെ പിടിക്കണല്ലേ? അറിഞ്ഞൂടാ. കുറച്ചൊക്കെ വേണമെങ്കിൽ ചെയ്യാന്നോ. ശരിയാവൂല. ഇവിടെ ഇതിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലോ ഇങ്ങനെ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുത്തൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര്. പിടിക്കും. നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ ഇവിടെ? അമ്പൂര് വരും. ഇല്ല. ഓ വേറെ സ്ഥലങ്ങളെല്ലാം കണ്ടോ ഇവിടെ? അതെവിടെയാണ്? കുരിശുമല. കൊള്ളാല്ലേ? അത് അതിനകത്ത് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് നിങ്ങൾ വന്നത്? ലെഫ്റ്റിലോട്ട്. കുറച്ചധികം പോകുമ്പോ കാളിമലയുടെ എൻട്രൻസ് ഉണ്ട്. അതിന് മുന്നായിട്ട് കൂനിച്ചിമല അല്ലേ? കൂനിച്ചിമല. കുറച്ചധികം കയറാറുണ്ട്. അത് നിങ്ങൾ കയറിയായിരുന്നോ? വെതറും കൊള്ളായിരുന്നു. നമ്മള് പോയപ്പോ വെതറും കൊള്ളായിരുന്നു. ഞാനിവിടെ രാവിലെ കയറി. ഇവിടെ കാളിമല എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്നേ. അല്ല സോറി, കാളിമല എന്തിന്? കാളിപ്പാറ. ഈ കാളിമലയുടെ അടുത്താണല്ലേ ഇത് നിങ്ങൾ പറഞ്ഞത്? കുരിശുമല. ഇല്ലില്ല, അതാണ്ട് ഇവിടെ നിന്ന് ഇവിടെ ഒരു കാളിപ്പാറയുണ്ട്. എൻ്റെ കള്ളിക്കാടിനടുത്ത്. അതെ. കുറച്ചേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. ഞാൻ ഒരു യൂട്യൂബറാണ്.
ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഫോറസ്റ്റിന്റെ ഒരു ഏരിയ ആണല്ലേ? ഫോറസ്റ്റിന്റെ ഏരിയ ആണ് അങ്ങോട്ടത്. അത് ഫോറസ്റ്റ് അല്ല, ഇതാണ് ഫോറസ്റ്റ്. ഇതാണ് ഫോറസ്റ്റോ? അതും അതും. ഓ, ഇങ്ങോട്ട് പ്രൈവറ്റ് പാർട്ടി, ഇങ്ങോട്ട് പ്രൈവറ്റ് ഉണ്ട്. പന്താണ് അങ്ങോട്ട്. ഓ ഓ, അപ്പോൾ എന്തായാലും നല്ല രസമുള്ള സ്ഥലം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ മായോ എന്ന് പറയുന്നത്. മാമൻ്റെ പേരെന്ന്? തമ്പി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മാമന് ഇവിടെ അടുത്ത് തന്നെ വീടുണ്ട്. ഇവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ വെള്ളത്തിൽ നിങ്ങളെ അക്കരയൊക്കെ കൊണ്ടുപോകും. എന്നാലും ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ചെറിയ മഴയൊക്കെ കൊണ്ട് നല്ല രസമായിരിക്കുമല്ലോ, ചെറുതായിട്ടില്ലേ? എന്നാലും ചെറുതായിട്ടൊരു മഴ പൊടിയുന്നുണ്ട് കേട്ടോ, വളരെ ചെറുതായിട്ട്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും വളരെ ചെറുതായിട്ട്. ഇപ്പം കുറച്ചുകൂടെ പതുക്കെയാണ് പോകുന്നത്. കാറ്റുണ്ടല്ലേ? അത് ഇങ്ങനെ പിടിച്ചിങ്ങനെ ആക്കിയാൽ മതിയോ? ഇങ്ങനെ ആക്കിയാൽ മതിയോ? ഇങ്ങനെ പിടിച്ചിങ്ങനെ കറക്കിയാൽ മാത്രം മതിയോ? പറ്റൂല. ചെറിയ മഴയും കൂടെ ഉണ്ട് കേട്ടോ. രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം നല്ല അല്ലേ? രാവിലെ ഇല്ലെങ്കിൽ വൈകിട്ട്. മുംബൈ പോയി ട്രെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല. ഉണ്ടായിരുന്നോ? ഓ, അല്ല, ഇത്ര ഹൈറ്റ് ഉള്ളവനാണ് പേടി, മനസ്സിലായ? ഈ ഡാമിന്റെ നടുക്ക് നിർത്തിയല്ലേ അവന്റെ തലയുടെ ഉച്ചി പൊങ്ങി. വൈകുന്നേരം വരെ ഉണ്ടല്ലോ? വൈകുന്നേരം വരെ ഉണ്ടോ? ഇതെടുക്കും എത്ര? 5-6 മണി വരെ എടുക്കും. എന്തായാലും ഇപ്പോൾ ഒരു ചെറിയൊരു മഴയുണ്ട് കേട്ടോ. അത് വലിയ പ്രശ്നമാണ്. കാറ്റുണ്ട്. കാറ്റുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. അങ്ങോട്ട് പോകാമായിരുന്നു. പള്ളിയുടെയൊക്കെ ചർച്ച ഉണ്ടല്ലോ, അതുവരെ പോകാൻ പറ്റും. ഞാൻ ആ ചർച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. ഈ ചർച്ചില്ല, ചർച്ചിൻ്റെ അതുവരെ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാറ്റിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ചീങ്ങണ്ണുണ്ട്. സൗണ്ട് നോക്കിയത് ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത നിങ്ങളെ കുളിക്കുകയൊക്കെ ചെയ്തതില്ല? എന്നാൽ ഈ മായത്ത് വന്നിട്ടുള്ള ഈ ബോട്ടിലുള്ള വെള്ളത്തിലുള്ള സവാരി കൂടുതൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അതാണ് ഈ കാറ്റുള്ളതുകൊണ്ട് കൂടുതൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. എന്തായാലും ചെറുതായിട്ടുള്ളത് ഒരു യാത്ര, നല്ല നല്ല രസമുള്ള യാത്ര. പോകുന്നില്ല. അവിടെ മുട്ടി നിൽക്കുന്നത് ഒരു കമ്പ് നിൽക്കുന്നുണ്ട്, അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റുന്നില്ല. അതാണ്. ആ വയ്യ. കൊണ്ടുവരണ്ട, അങ്ങ് കൊണ്ടുപോണ്ട, നരം കളിക്കണ്ട. ആ തടിയെടുത്ത് മാറ്റാനുള്ളത്, ആ തടിയെടുത്ത് മാറ്റാനുള്ളത്, തടിയെടുത്ത് മാറ്റാനുള്ളത്. വിശ്വസിച്ചില്ല, നീ വിശ്വസിച്ചില്ല. പിന്നെ അല്ല, പുള്ളി പറഞ്ഞാണ് കറക്റ്റ്. പ്രാന്തായിട്ട് ഓളം പറഞ്ഞ് വിളിച്ചോണ്ട്
ചേട്ടന്റെ ജോലി ചെയ്യുന്നതിന് അടുത്താണ് ഇവന്റെ വീട്. പത്മനാഭസ്വാമി പുറകില്ല. നമ്മുടെ ഓഫീസോടെ എന്തോ ഓഫീസ്? ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓ പരമായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇറങ്ങാൻ കേട്ടോ, നമ്മൾ വെള്ളത്തിൽ ചൊറ്റായിട്ട് ഇറങ്ങാൻ നോക്കുക. ഞാൻ ആദ്യം ഇറങ്ങി. അയ്യോ ഇങ്ങനെ എന്തായാലും മായത്ത് വന്ന് വെള്ളത്തിൽ കയറി ഇവിടെ വന്ന് ഇറങ്ങി. അടിപൊളി യാത്ര. അത് ഞാൻ ആ മായത്തിൻ്റെ അവിടെ നിന്നിട്ട് ബോട്ടിലൊക്കെ വെള്ളത്തിലേക്ക് കയറി കേട്ടോ. വെള്ളത്തിലേക്ക് കയറിയ ശേഷം ഇങ്ങോട്ട് ഒരുപാട് പേരെ ഇങ്ങോട്ട് ഇതുണ്ട് കേട്ടോ, സ്ഥലങ്ങളുണ്ട് ഇങ്ങോട്ട് ഇരിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലം ഇങ്ങോട്ട്. എൻ്റെ ബൈക്കൊക്കെ ഏതാണ്ട് അതിൻ്റെ ഇതുവരെ വരും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് അവിടെ കുറച്ചൊരു ഇതുണ്ട്, ബൈക്കൊക്കെ വെച്ച് അവിടെ നിന്ന് അവരവിടെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നു. ബൈക്കും കാറും എല്ലാം വരും കേട്ടോ ഇങ്ങോട്ട്. ഏതാണ്ട് ഈ കായലിൽ ഇതിലോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുകയും ചെയ്യും കുറച്ചത്. വെള്ളത്തിൽ പഞ്ചായത്ത് വെള്ളം എന്ന് മാമൻ പറഞ്ഞത് അവിടെ നിന്നുള്ള കാഴ്ച എനിക്ക് നല്ല എന്ത് രസമുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് സൈഡിലൊക്കെ ഒരുപാട് വീടുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, വരുന്നുണ്ട് ടൂറിസ്റ്റുകളും അല്ലാതെയൊക്കെ കുറവാണ്. വണ്ടികളായി ബൈക്കും കാറും ഒക്കെ ആയി. മുമ്പാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്ക് സ്കൂൾ പിള്ളേർ, ഇപ്പൊ സ്കൂൾ പിള്ളേരില്ല, സ്കൂൾ പിള്ളേർക്ക് വണ്ടിയായി. അപ്പൊ സ്കൂൾ പിള്ളേരില്ല. ഞാൻ കയറിയാണ് സ്കൂൾ പിള്ളേരുണ്ട്. അവര് അപ്പൊ ഇവിടെ അതിന്റെ അപ്പുറത്തെ സ്കൂളുണ്ടല്ലേ? അല്ല ഇവിടെ മായത്ത് സ്കൂളുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇവിടെ കൊണ്ടാക്കും. 9 മണിയാകുമ്പോൾ ഇക്കരെ ആക്കണം. തിരിച്ച് 4 മണിക്ക് വരും, 4-4:30 അവർ വരും, തിരിച്ചക്കരെ ആക്കണം. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ വെള്ളത്തിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കയറി വെള്ളത്തിൽ കഴിവതും രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് കയറാൻ ഏറ്റവും നല്ലതായിട്ട്. കാരണം ഉച്ചയ്ക്ക് ഈ സമയത്ത് ഭയങ്കര കാറ്റാണ്, പുള്ളി നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ രാവിലേക്കാണെങ്കിൽ നല്ല കാലാവസ്ഥ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആ പള്ളിയിൽ അതുവരെ കുറച്ചുകൂടി അതുവരെയൊക്കെ പോയിട്ട് വരുന്നുണ്ടെങ്കിൽ മാമൻ്റെ ഈ വെള്ളം ഒട്ടിക്കുന്ന മാമൻ്റെ പേര് തമ്പി എന്നാണ്. ഈ തൊട്ടടുത്ത് തന്നെ വീടുണ്ട്. ഞാൻ ഇതിൻ്റെ മാമൻ്റെ നമ്പറും ഞാൻ ഈ ലിങ്കിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്ന് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾ കുറച്ച് കൊണ്ട് കറക്കി ഈ സ്ഥലമൊക്കെ കാണിച്ചു തരും. എന്തായാലും അടിപൊളി യാത്രയായിരിക്കും നിങ്ങൾക്ക്. എന്തായാലും ഈ മായത്ത് വന്നിട്ട് എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞു, യാത്രകൾ കിട്ടുന്ന അനുഭവങ്ങളെന്ന് പറഞ്ഞത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അടുത്ത പുതിയ യാത്രയിൽ പുതിയ അനുഭവങ്ങൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്തായാലും ഈ മായത്തുള്ള കാഴ്ചയും എൻ്റെ ഈ മാമനെയും ഇവിടുത്തെ ഈ വള്ളത്തിലുള്ള യാത്രയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹായ് പറയണം. ഹായ് ബൈ. ബൈ.